പേഴ്സണൽ ചോയ്സസിൽ ഓവറായിട്ട് കൈ കടത്തി ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് റെഡ് ഫ്ലാഗ് തന്നെയാണ്. നിന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാം എനിക്ക് അറിയണം, നീ എവിടെ പോവാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇയാളൊരു റെഡ് ഫ്ലാഗ് ആണോ? ലവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു 24/7 ഉള്ള CCTV അല്ല. അതായത് നമ്മൾ ലവ് ആൻഡ് കെയർ കൊടുക്കുന്നതാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പാരന്റ്സ് എപ്പോഴും പുറത്തു പോകാൻ പറയാറുണ്ട്, എവിടെയും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണം. അതൊരു കൺസേൺ, ഔട്ട് ഓഫ് കൺസേൺ വരെ അത് പറയാണ്, നീ ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്നുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. പക്ഷെ എക്സസീവ് ആയിട്ടുള്ള രീതിയിൽ നീ എവിടെ പോവാണെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ, നീ ഫ്രണ്ട്സിനോട് എന്തിനാ പോയത്, അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. കാരണം നമ്മളെല്ലാവരും അഡൽട്ട്സ് ആണ്, നമുക്ക് നമ്മുടേതായ പേഴ്സണൽ ലൈഫ്, ചോയ്സസ്, നമ്മുടെ ഡെയിലി റുട്ടീൻ, ഫ്രണ്ട്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇതിനൊക്കെ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരാൾ ഇങ്ങനെ ഒരു കയറിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡെയിലി ലൈഫിനെയും ആ റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്ന കാര്യമാണ്. ഇത് കൂടാണ്ട് നമുക്ക് വേറെ കുറച്ച് റെഡ് ഫ്ലാഗ്സ് പറയാൻ പറ്റുന്ന റിലേഷൻഷിപ്പിലാണ് നമ്മളുടെ കരിയറിനെ കൺട്രോൾ ചെയ്യുക. അവിടെ പണിക്ക് പോകണ്ട, അല്ലെങ്കിൽ നീ ഈ കോഴ്സ് പഠിക്കാൻ പോകണ്ട, നീ വിമൻസ് കോളേജിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ ഇനി പെൺകുട്ടികളോ ആൺകുട്ടികളോ കേസ് പറയുകയാണെങ്കിൽ ഈ സമയത്തിന് ശേഷം നീ ഫ്രണ്ട്സിനൂടെ പുറത്ത് പോകണ്ട, നീ ട്രിപ്പ് പോകണ്ട. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ചോയ്സസിൽ ഓവറായിട്ട് കൈ കടത്തി ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് റെഡ് ഫ്ലാഗ് തന്നെയാണ്.